നിങ്ങളുടെ വാക്കുകൾ കേൾക്കാം. എന്തായാലും വാക്ക് പാലിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടായ ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഉരുൾപൊട്ടലിന് വിധേയരായവർക്ക് അതിൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളവർക്ക് വീടെടുത്തു കൊടുക്കും എന്ന് മുസ്ലിം പ്രഖ്യാപിച്ചു. അതിപ്പോൾ കഴിഞ്ഞ മാസം നമുക്ക് അത് കൈമാറാൻ സാധിച്ചു. ഇന്നിപ്പോൾ അതിലെ ഇവിടുത്തെ അവകാശികൾ അവർ വീട് താമസം ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. അവരുടെ ഗൃഹപ്രവേശമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവരൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ ഞങ്ങളൊക്കെ ക്ഷണിച്ചു. ഇവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കണം, അവരുടെ ആ സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ ക്ഷണിച്ചതിനനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. വലിയ സന്തോഷമുണ്ട്. ഏതായാലും അവർക്കൊക്കെ ഏറ്റവും മനോഹരമായ വീട്, മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ ഏർപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഞങ്ങളെ ഇതിനു വേണ്ടി സഹായിക്കാൻ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 51 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ബാക്കി 54 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തോടു കൂടി ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും സന്തോഷം. വലിയ പ്രശംസ കൂടി ലീഗിന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വാക്ക് പറഞ്ഞതുപോലെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വീടൊക്കെ കൈമാറുകയും ചെയ്തത്. സർക്കാർ ടൗൺഷിപ്പ് പോലും പൂർത്തിയാകുന്നതിന് മുൻപാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൈമാറി കഴിക്കാൻ. അതെ, ഇതിപ്പോൾ നമ്മളൊക്കെ സ്വന്തം വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാലിക്കുന്ന സൂക്ഷ്മത ഉണ്ടല്ലോ, ആ സൂക്ഷ്മതയാണ് ഇതിലും ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗ് പ്രത്യേകമായ ഒരു സമിതിയെ അതിൽ നിയോഗിച്ചു. ആ സമിതി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ വന്നു. അവർ കാര്യങ്ങളൊക്കെ എപ്പോഴും പരിശോധിച്ചു. ഞങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇത് കോൺട്രാക്റ്റ് എടുത്ത നിർമ്മാണം മുഹമ്മദ് അലിയുടെ കമ്പനി, അവരും വളരെ അതുപോലെ ഇത് ആർക്കിടെക്ട് ശ്രീ ടോണി, അവരെല്ലാവരും തന്നെ വളരെ നല്ല നിലക്കുള്ള സഹകരണമാണ്. പിന്നെ ഇതിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൻ്റെ ഈ ലേഔട്ടൊക്കെ ഇവിടെ സംവിധാനിച്ച മലബാർ ടെക്, ഇവരെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ സംഭവവും ഞങ്ങളോട് ചോദിച്ചിട്ടാണ്, പറഞ്ഞിട്ടായിരുന്നു ഇവരൊക്കെ ചെയ്തിരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അപാകത ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെ പരിഹരിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞു. ഏറ്റവും നല്ല നിർമ്മാണ സാമഗ്രികളാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് അതിൻ്റെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അടുത്ത ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ, അടുത്ത ഘട്ടം പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മഴയൊക്കെ നോക്കേണ്ടി വരും എന്നല്ലാതെ മറ്റു താമസങ്ങളൊന്നുമില്ല. സമയബന്ധിതമായി പരിപാടിയിലെ ഇവിടെ താമസിക്കുന്ന ആളുകൾ അവരുടെ ആതിഥേയത്വത്തിൽ അത് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. അത്തരം ഒരു നോബിൾ ഫംഗ്ഷനാണ്. ഈ സമയത്ത് ഒരു വിവാദത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമാണല്ലോ ഇത്. ഒരു പുതിയ ഏട് രചിക്കപ്പെടുകയാണല്ലോ പുനരധിവാസത്തിന്റെ പേരിൽ. അതെ, ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ കാണേണ്ടതില്ല, മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിൽ. കാരണം ഇവിടെ ആ ദുരന്തം ഉണ്ടായപ്പോൾ എന്താണ് ഇനിയും സംഭവിക്കാൻ പോവുക എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ആ ദുരന്തത്തിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അവർക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനമുണ്ടായത്. അതിലിപ്പോൾ രാഷ്ട്രീയമോ വേറെയുള്ള നേട്ടങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല. പണം കൈമാറിയത് ഉൾപ്പെടെ ദുരന്തത്തിന്റെ പിറ്റേന്ന് മുതൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. ആ ഒരു ദൗത്യത്തിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള അത് ഞങ്ങളൊരു ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഉപയോഗിച്ചതിന്. അപ്പോൾ അതിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പ്രത്യേകം ആപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഇത് സംഭാവനകൾ ഒഴുകി വന്നു. അതൊക്കെ സമാഹരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി തുടങ്ങാൻ പറ്റി. അല്പം താമസം ഉണ്ടായത് സ്ഥല ലഭ്യതയുടെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശ്വാസ്യത കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്ഥലത്തിൻ്റെ വിലയൊന്നും കണക്കാക്കാതെ അതിന് സംസ്ഥാന തലത്തിൽ തന്നെ പ്രത്യേക സമിതി വെച്ചു. സമിതി അംഗങ്ങളെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി, അതിൻ്റെ സമിതി ബഷീറിൻ്റെ ചെയർമാൻഷിപ്പിൽ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി, അവരെല്ലാവരും വളരെ ജനാധിപത്യപരമായി അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് നല്ല ആർക്കിടെക്ചർ, ടോണി നമുക്കറിയാലോ കേരളത്തിൽ അറിയപ്പെടുന്ന, അതൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നിർമ്മാൺ നല്ല കോൺട്രാക്ടർ, മലബാർ ടെക് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത്, അതാണ് ഞങ്ങളത് വളരെ വിശ്വാസത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കാരണം രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
ജനറലി ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ തങ്ങന്മാരുടെ നേതൃത്വത്തിലൊക്കെ തങ്ങളെ നേതൃത്വത്തിൽ നൽകുന്ന ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലക്ക് ഇതിനെ ഇല്ലാതാക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ആ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി അതിലൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഈ 51 വീടുകളിലാണ് സത്യത്തിൽ ദുരന്തബാധിതർ താമസിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും സർക്കാർ ടൗൺഷിപ്പിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കളൊക്കെ പുറത്താണ്. അവർക്കൊന്നും വീടായിട്ടില്ല എന്നൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പൊ സർക്കാർ ആരുതാ നോക്കുക. സർക്കാർ എന്ന് പറയുമ്പോ അതാരാന്നിപ്പോ 4-ാം തീയതി കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ. ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് അതിന് തെളിവാണ്. അതെ, ഞങ്ങൾക്ക് മാതൃക ഉണ്ടല്ലോ. ഈ മാതൃക ഉപയോഗിച്ചുകൊണ്ട് അവിടെയും പൂർത്തീകരിക്കാൻ നോക്കും. അല്ല, കോൺഗ്രസിന്റെ പ്രോജക്റ്റിനെ പറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതിലെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രാവിലെ. ഞങ്ങൾ വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിനോടും ഞങ്ങളോടും ഒക്കെ പ്രതിപക്ഷ നേതാവിനോടും പിന്നെ ഉപനേതാവ് എന്നുള്ള എന്നോട് അന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ 5-6 മാസം ഒരുമിച്ച് ഗവൺമെന്റിന്റെ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, അതായത് കോൺഗ്രസ് വൻതോതിൽ സഹായിച്ചു. സത്യത്തിൽ അന്ന് ഇൻഡിപെൻഡൻസ് കാണിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് തോന്നി ചെയ്യാൻ നല്ലത്. കാരണം ഞങ്ങൾ ഈ വക ചാരിറ്റി പരിപാടികളൊക്കെ ധാരാളം ചെയ്യുന്നതാണ്. തങ്ങന്മാരുടെ നേതൃത്വത്തിലായിട്ട് വിശ്വാസത്തൊക്കെ വേഗം ചെയ്യാൻ നല്ലത് തോന്നി ഞങ്ങളത് ചെയ്തു. കോൺഗ്രസ് കുറച്ചും കൂടി കാത്തു. അതാ അവർക്ക് പറ്റിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഗവൺമെന്റിലേക്ക് ധാരാളം ഫണ്ട് കോൺഗ്രസ്, കർണാടക ഗവൺമെന്റും കോൺഗ്രസും കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല MLA-മാർ, MP-മാർ എല്ലാവരും ഫണ്ട് കൊടുത്തില്ലേ? മുൻ MLA-മാർ എല്ലാവരും കൊടുത്തു. കോൺഗ്രസ് പറയുന്നത് വെറുതെയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി ഞങ്ങളൊക്കെ പങ്കെടുത്ത ചടങ്ങിലാണ് ആ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിന് മനസ്സിലായി ഇതിങ്ങനെ നീണ്ടുപോകും. അപ്പോൾ അവർ വേഗം സ്ഥലം വാങ്ങി ചെയ്യുന്നുണ്ട്. ഇനി ഗുണഭോക്താക്കളായിട്ട് ഗവൺമെന്റ് ലിസ്റ്റ് ശരി, നമ്മൾ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുകയും എന്നാൽ സർക്കാർ നൽകുന്ന വീട് വേണ്ടെന്ന് വെക്കുകയും പിന്നീട് മുസ്ലിം ലീഗിന് അപേക്ഷ നൽകുകയും ഒക്കെ ചെയ്ത 105 പേർ, അതിൽ 51 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ലീഗ് വീട് വെച്ച് നൽകിയത്. അതിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ